ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ദ്വാരപാലക സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അറസ്റ്റിലായ ശേഷം 90 ദിവസം കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ സമീപിച്ചത്. സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ടെന്നാണ് പോറ്റിയുടെ വാദം. നവംബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുന്നത്. ദ്വാരപാലക സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അറസ്റ്റിലായ ശേഷം 90 ദിവസം കഴിഞ്ഞു. അതിനാൽ തനിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ടെന്ന് വാദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നത്. നവംബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT വീണ്ടും അന്വേഷണം തുടരുകയാണ്. വീണ്ടും സ്വർണ്ണപ്പാളികളൊക്കെ പരിശോധിക്കാൻ സംഘം തുടരുകയാണ്. ഈ ഒരു സമയത്താണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുക. 90 ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോറ്റി പ്രധാനമായും കോടതിയെ സമീപിച്ചത്. തനിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ട് എന്നാണ് പോറ്റിയുടെ പ്രധാന വാദം. നവംബർ 17-നാണ് ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം കേസിൽ അറസ്റ്റിലായ ശബരിമല തന്ത്രി കണ്ഠ രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും കൊല്ലം വിജിലൻസ് കോടതി 22-ലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ കസ്റ്റഡി അപേക്ഷയും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് 22-നാണ് പരിഗണിക്കുക. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത്. ദ്വാരപാലക സ്വർണ്ണപ്പാളി മോഷണ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം 90 ദിവസം കഴിഞ്ഞു. അതിനാൽ തനിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന വാദം. നവംബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദ്വാരപാലക കേസിൽ സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായത്.